പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദെബോറ എന്ന പ്രവാചകിയെ അല്ലെങ്കിൽ ന്യായപാലകയെ ആസ്പദമാക്കിയുള്ള കഥാപാത്ര പഠനത്തിന്റെ അവസാന ക്ലാസ്സിലേക്ക് വരുമ്പോൾ ദൈവം മുമ്പാകെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടും വളരെ സന്തോഷത്തോടുമായിരിക്കാൻ ഇടയാക്കിയ ദൈവത്തിന് സകല മഹത്വവും ബഹുമാനവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു. എല്ലാ ക്ലാസുകളും ആത്മാർത്ഥമായി വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ സമയം കണ്ടെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നല്ല നല്ല വാക്കുകളാൽ അടിയനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ക്രിസ്തീയ സഹോദരിക്കും എല്ലാ നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ വളരെ വിനയത്തോടും ആദരവോടും കൂടെ അറിയിച്ചുകൊള്ളുന്നു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് 15ാമത്തെ ക്ലാസ് ആരംഭിക്കാം. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ ദെബോറ എന്ന നാമമുള്ള 2 കഥാപാത്രങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നു. റിബേക്കയുടെ ധാത്രിയായ ദെബോറയെ സംബന്ധിച്ച് 2 വേദഭാഗങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24ന്റെ 59ലും 35ന്റെ 8ലും ഈ ദെബോറയുടെ മരണവും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കഥാപാത്രം എന്നത് ഇസ്രായേലിന്റെ മാതാവായ പ്രവാചകിയും ന്യായാധിപതിയും ആയ ദെബോറ ആണ്. എബ്രായ പദമായ ദെബോറ എന്ന പേരിന്റെ അർത്ഥം തേനീച്ച എന്നുള്ളതാണെന്ന് മുൻ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതാണല്ലോ. കഠിനാധ്വാനി, ശക്തി, ഒത്തൊരുമ, സമാധാനം, സാമൂഹികമായ പ്രവർത്തനം എന്നിവ വ്യക്തമാക്കുന്ന ഒരു കൂട്ടമാണ് തേനീച്ചകൾ. ആവർത്തന പുസ്തകം 1:44ലും സങ്കീർത്തനങ്ങൾ 118ന്റെ 12 എന്നീ വേദഭാഗങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന തേനീച്ച അപകടകാരിയും പ്രതിരോധിക്കുന്ന നിലയിലുള്ളതുമാണ്. പുറപ്പാട് 3:8 തേൻ സൂചിപ്പിക്കുന്നത് നല്ലതും വിശാലവുമായ വാഗ്ദത്ത ദേശത്തിന്റെ ഫലപുഷ്ടിയും നല്ല നാളെയുടെ പ്രത്യാശയും ആണ്. സങ്കീർത്തനങ്ങൾ 19:10 തേൻ യഹോവ തന്റെ ഭക്തന്മാർക്കായി നൽകുന്ന വിധികൾ സത്യമായവും നീതിയുള്ളവയുമാകുന്നു എന്നാണ്. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിൽ അപ്രകാരം അനേകം തവണ തേനീച്ച, തേൻ എന്നീ പ്രയോഗങ്ങൾ വന്നു പോകുന്നു എന്നുള്ളത് അതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. പ്രകൃതിദത്തമായ തേൻ എന്നത് നല്ലതും മധുരമുള്ളതുമെന്ന ഉപദേശവും നാം സദൃശ്യവാക്യങ്ങൾ 24:13 വായിക്കുന്നു. ദെബോര എന്ന പ്രവാചകിയും തനിക്ക് ചുറ്റുമുണ്ടായിരുന്നവർക്ക് അപ്രകാരം ആയിരുന്നു. തേനീച്ചകളുടെ റാണിയെപ്പോലെ നല്ല നേതൃത്വം കാഴ്ചവെക്കുകയും അതിനായി തന്റെ കൂടെയുള്ളവരെ ഒരുക്കുകയും ചെയ്യുന്നു. റാണിയായ തേനീച്ച മറ്റു തേനീച്ചകളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ആ തേനീച്ച കോളനിയുടെ നിലനിൽപ്പും വിജയവും പൂർണ്ണമായി റാണിയെ ആശ്രയിച്ചിരിക്കുന്നു. അവിശ്വസനീയമാം വിധം പ്രധാനമാണ് താൻ വഹിക്കുന്ന പങ്ക്. രാജ്ഞി സാധാരണയായി തൊഴിലാളി തേനീച്ചകൾ അഥവാ സാധാരണ തേനീച്ചകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. റാണിയായ തേനീച്ചകളെ പ്രത്യേകം തിരിച്ചറിയുവാനും സാധിക്കുന്നു എന്നതും കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഇസ്രായേലിന് ഒരു രാജ്ഞി തന്നെയായിരുന്നു ദെബോര. വീണുകിടന്ന ഇസ്രായേലിനെ എഴുന്നേൽപ്പിച്ച് നല്ല നിലത്ത്, അതായത് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുവാൻ ഒരിക്കൽ കൂടെ പ്രാപ്തമാക്കിയത് അവിശ്വസനീയമായ ദെബോറയുടെ മനസാന്നിധ്യവും ദൈവിക ബലത്തിലുള്ള അമിത ധൈര്യവുമാണ്. എപ്രകാരമാണോ ഒരു റാണി തേനീച്ച മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തയാകുന്നത്, അപ്രകാരം പ്രത്യേക ദൈവനിയോഗത്തിൽ അഭിഷേകത്താൽ ദെബോറയും ഇസ്രായേലിൻ ജനതയ്ക്കു മുന്നിൽ വ്യത്യസ്തയായിരുന്നു. എന്നാൽ പ്രധാന സ്ഥാനം നിലനിൽക്കുമ്പോഴും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു സമൂഹമായി പ്രവർത്തിക്കുവാൻ ദെബോറ മറന്നുപോകുന്നില്ല. തേൻ പോലെ മാധുര്യം നിറഞ്ഞ മാതൃവാത്സല്യവും വേദനയുണർത്തുന്ന തേനീച്ചക്കുത്തിനു സമാനമായ വീര്യവും നോവും കൂടിച്ചേർന്ന അതിശക്തമായ തിരുവചന കഥാപാത്രമായി ദെബോറ നിലകൊള്ളുന്നു. ദെബോറയുടെ ആയുഷ്കാലത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും BC 1200നും BC 1124നും മധ്യേ താൻ ജീവിച്ചിരുന്നതായി ചരിത്രം പറയപ്പെടുന്നു. പുരാതന യഹൂദ കണക്കുപ്രകാരം BC 1167
BC 1067 ദെബോര നിദ്ര പ്രാപിച്ചതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവചനത്തിൽ വ്യക്തമായി ദെബോരയുടെ മരണം സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടില്ലായകയാൽ ഇപ്രകാരം വിവിധ കണക്കുകൾ പ്രചാരത്തിലുണ്ട്. ഇസ്രായേലിനെ 1192 തുടങ്ങി BC 1152 വരെയുള്ള കാലഘട്ടത്തിൽ ദെബോര 40 വർഷത്തോളം ന്യായപാലനം ചെയ്തു. ചരിത്രം നൽകിയ അതിമഹത്തായ ഒരു കാലഘട്ടത്തിന്റെ അവിശ്വസനീയമായ ദൈവകൃപയുടെയും കരുതലാണിത്. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥത ഉണ്ടായി എന്ന പ്രശാന്തമായ ഉറപ്പോടെയാണ് ദെബോരയുടെ ചരിത്രം തിരുവചനത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ദെബോരയുടെ ചരിത്രം കാലത്തിന്മേൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു. ദെബോരയുടെ പ്രചോദിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകൾക്കൊപ്പം വിശ്വാസം, ജ്ഞാനം, ധൈര്യം, ദർശനപരമായ ചിന്ത, അനുകമ്പ, സ്ഥിരോത്സാഹം തുടങ്ങിയ അനവധി നിലനിൽക്കുന്ന നല്ല നല്ല ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ചരിത്രത്തിന്റെ കാഴ്ചക്കാരാകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദെബോരയിലെ ഗുണങ്ങൾ നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദെബോര നമുക്കു പിന്നിൽ വെച്ചേച്ചു പോയിരിക്കുന്ന പൈതൃകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് നമ്മെ പരമേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ മടികൂടാതെ അത്യുത്സാഹത്തോടെ നാം ആയിരിക്കുന്ന കാലത്ത് പ്രതിധ്വനിപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. ദെബോര എന്ന ന്യായപാലകയെ സംബന്ധിച്ച ഈ കഥാപാത്ര പഠനം മുഖാന്തരം നമ്മുടെയും തിരഞ്ഞെടുപ്പുകളെ സംശയിക്കാതെ ആലിംഗനം ചെയ്തുകൊണ്ട് ദൈവപ്രീതിയിലും വിശ്വസ്തതയിലും വിശ്വസിക്കുന്നവരായിരിക്കാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊള്ളുന്നു. അടിയനെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദെബോര എന്ന പ്രവാചകയുടെ പഠനത്തോട് ബന്ധപ്പെട്ട് വന്നുപോയിട്ടുള്ള പോരായ്മകൾ ശ്രോതാക്കളായ നിങ്ങൾ ക്ഷമിക്കണമേ എന്ന് വളരെ താഴ്മയോടും വിനയത്തോടും അപേക്ഷിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ്സ് നെയിം ബി ഗ്ലോറിഫൈഡ്. ആമേൻ. താങ്ക് യു ലോർഡ്.